നിലാവിന്റെ 12ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാ വീണ്ടും ഒരു ക്രിസ്മസ് വന്നെത്തിയിരിക്കുന്നു. മനുഷ്യവർഗത്തിനൊപ്പം നടക്കാൻ ഒരു മഹാ ചൈതന്യം തയ്യാറായതിന്റെ ഓർമ്മയെ ആഘോഷിക്കുന്ന സുദിനം. നമ്മുടെ കളഞ്ഞുപോയ സന്തോഷങ്ങളെ വീണ്ടെടുത്ത് നമ്മെ രക്ഷയിലേക്ക് നയിക്കാൻ ഉണ്ണിയേശു ഭൂജാതനായി. വചനം മാംസം ധരിച്ച ആ ക്രിസ്മസ് രാത്രിയിൽ വയലിൽ ആടുകൾക്ക് കാവലിരുന്ന ഇടയന്മാരോട് പരസഹസ്രം മാലാഖമാർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, സകല ജനങ്ങൾക്കുമായുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ഇതാ ബെത്ലഹേമിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. മാലാഖമാരെന്നാൽ സ്വർഗത്തിന്റെ പ്രതിനിധികളാണ്. മാലാഖമാരെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് രാജാതിരാജനായ ദൈവത്തിന് വീണയും കിന്നരവും മീട്ടി സ്തോത്രഗീതം ആലപിക്കുന്ന മാലാഖവൃന്ദത്തെയാണ്. അങ്ങനെയുള്ള മാലാഖമാരിതാ ദാരിദ്ര്യം പിടിച്ചൊരു കാലിത്തൊഴുത്തിന് മുൻപിൽ സ്തോത്രഗീതം ആലപിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? സ്വർഗം ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിലാവട്ടെ കാലിത്തൊഴുത്തിലാവട്ടെ യേശുരാജനെയും അവിടുന്ന് പകരുന്ന സമാധാനത്തെയും ദർശിച്ച് സ്തോത്രഗീതം ആലപിക്കുന്ന അവസ്ഥയാണ് സ്വർഗം. അതെ, ദൈവം നമുക്ക് വെച്ച് നീട്ടുന്ന ജീവിത ദുരിതങ്ങൾ എന്തുമാകട്ടെ, അവയിലെല്ലാം ക്രിസ്തുവിന്റെ മുഖം ദർശിക്കാൻ നമുക്ക് ഏവർക്കുമാകണം. നമുക്ക് സമാധാനം പകർന്നു തരുന്ന യേശു ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ച് ദുഃഖ ദുരിതങ്ങളെ ക്രിസ്തു നേരിട്ടതുപോലെ അതിജീവിക്കുമ്പോഴാണ് ഒരു ജീവിതം സ്തുതിയുടെ ജീവിതമാകുന്നത്. അങ്ങനൊരു ജീവിതത്തിൽ മാത്രമേ പരാതികളോ പരിഭവങ്ങളോ കൂടാതെ ദൈവം തരുന്നത് എന്തും തന്റെ നന്മയ്ക്കാണെന്ന് വിശ്വസിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കൂ. ഈ ലോകം നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അതായത് സർവ്വ ഐശ്വര്യങ്ങളുടെയും ആഡംബരങ്ങളുടെയും നടുവിൽ സുഖമായി ജീവിക്കുന്നതാണ് സ്വർഗമെന്ന ചിന്ത. എന്നാൽ ക്രിസ്തുവിന്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. കാലിത്തൊഴുത്ത് മുതൽ ഗാഗുൽത്ത വരെയുള്ള സഹനത്തിന്റെ പ്രയാണമാണ് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്. സ്വർഗത്തിലിരുന്ന് അത്യുന്നതനായ ദൈവത്തിന് സ്തോത്രഗീതം ആലപിക്കുന്ന മാലാഖമാരെ പോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ഭൂമിയിലെ മാലാഖമാരായി ജീവിച്ച് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ നമുക്കേവർക്കും പ്രചോദനമേകട്ടെ. ഒരിക്കൽ കൂടി ആഗതമാകുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഏവർക്കും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.